അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് മിസ്റ്റർ ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. മിസ്റ്റർ ഷോപ്പ് വന്നിട്ടുണ്ട്, 90% ഓഫാണ് ലാസ്റ്റ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലക്ക് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആരൊക്കെ മിസ്റ്റർ ഷോപ്പ് എടുത്തിട്ടുണ്ട്, എത്ര പേർക്ക് എത്ര ഓഫർ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും ലക്കൊന്ന് സ്പിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്പിൻ ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ആക്കാൻ പോവാണ്, സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻ കാണിച്ചിട്ടുണ്ട്. 72% ലക്കാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോനെ സീന് 72%. ഞാൻ വിചാരിച്ചു ഒരു 60 ഈ 40 50% കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷേ 72% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗരീനക്കാരുടെ 72% ലക്കൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കിയേക്കാം മിസ്റ്റർ ഷോപ്പിൻ്റെ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ബണ്ടിലല്ല, ക്രിക്കറ്റിൻ്റെ ഒരു ഇമോട്ടാണ്. ക്രിക്കറ്റിൻ്റെ ഇമോട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 167 ഡയമണ്ടുള്ളൂ. 500-600 ഡയമണ്ടിനാണ്. 167 ഡയമണ്ടിനൊക്കെ ഓഫറിന് കിട്ടും. ഇതാണ് നമ്മുടെ ഇമോട്ട്. പറഞ്ഞ പോലെ ഇമോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ലാത്ത റിമോട്ടാണ്. പിന്നെ നമുക്ക് നോക്കിയ സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ ഈ വോഗണിൻ്റെ ടോക്കൺ ക്രേറ്റ്. അതെന്താ നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴും പിന്നെ ഒരു ഇമോട്ട് കാണുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോനെ സീൻ ഇമോട്ട്. ഇത് മറ്റേ ഒരു ഇവൻറ്റ് വഴി വന്നതല്ലേ മറ്റേതിൻ്റെ, ഏതൊരു ഇവൻറ്റ് വഴി വന്ന ലെജൻഡറി ഇമോട്ടാണ്. നമുക്ക് ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഒരു മിസ്റ്റർ ഷോപ്പ് വഴി കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് വേറെ ഇമോട്ട് സൈഡിൽ കാണുന്നുണ്ട്. അത് മറ്റേ സാധ ഇമോട്ടാണ്, അതൊന്നും വലിയ കാര്യമില്ല. പിന്നെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴും നെയിം ചേഞ്ച് കാർഡും ഗ്ലൂ വാളിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത സ്കിൻസാണ്. പിന്നെ പാൻ്റെ സ്കിന്നുണ്ട്, അത് കൊള്ളാം. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ ഇതിൽ. പിന്നെ നമുക്ക് സ്വിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കിടക്കാം. 10 ഡയമണ്ടാണ് സ്വിച്ച് ചെയ്യാൻ വേണ്ടത്. നമ്മൾ 10 ഡയമണ്ട് സ്വിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കിടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റും യൂണിവേഴ്സ് റിങ്ങിന് ടോക്കൺ കാണാൻ പറ്റും 5 പർച്ചേസ് ചെയ്യാൻ എത്ര 25 ടോക്കൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ബണ്ടിൽ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബണ്ടിലാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ബണ്ടിൽ കാണാൻ പറ്റും നമുക്ക്. അടിപൊളി ബണ്ടിലാണ്. അതിൻ്റെ ഹെൽമെറ്റൊക്കെ സൂപ്പറാണ്. ഹെൽമെറ്റും ടോപ്പൊക്കെ കൊള്ളാം. പിന്നെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വേറൊരു ക്രിക്കറ്റിൻ്റെ തീമിലുള്ള ബണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ 2 ഇമോട്ട്, പിന്നെ ഗ്ലൂ വാളിൻ്റെ സ്കിൻസ്, പിന്നെ നെയിം ചേഞ്ച് കാർഡ് ഇതിലുണ്ടല്ലേ. 2 എണ്ണത്തിലുണ്ട് നെയിം ചേഞ്ച് കാർഡ് കാണാൻ പറ്റും. പിന്നെ ഫണ്ണായിട്ടുള്ള 2 ഇമോട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ അത് കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ടുള്ള ഈ ഒരു ബണ്ടിൽ കാണാൻ പറ്റുന്നത് ക്രിക്കറ്റിൻ്റെ ബൂയാന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുമപ്പ് തീമിൽ ചുമപ്പ് ആൻഡ് ആഷ് കളറിലാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, കാണാൻ കൊള്ളാം. എന്തായാലും നമുക്ക് ഇതും പർച്ചേസ് ചെയ്യാം. പിന്നെ നോക്കുമ്പോഴും വേറൊന്നും ഇല്ല മെയിനായിട്ടൊന്നും. ഇതൊക്കെയാണ് ഉള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് പർച്ചേസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യൂണിവേഴ്സ് റിംഗ് ടോക്കൺ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ 25 ഡയമണ്ടുള്ള 5 എണ്ണം കിട്ടും. ലാഭം തന്നെയാണ്. ഓക്കെ, അപ്പം 5 എണ്ണത്തിന് നല്ല ഡയമണ്ട് 200 ഇത്രയ്ക്ക് ആവേണ്ടതാണ്. നമുക്ക് ഓഫറിലുകൊണ്ട് 25 ഡയമണ്ട് ആയിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നത് ഇവിടെ ഇമോട്ടൊക്കെ ഉണ്ട്. ഇമോട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇമോട്ട് വേണ്ട. അതുകൊണ്ട് നമുക്ക് ഈ ബണ്ടിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. ക്രിക്കറ്റിൻ്റെ ടീമിൽ വന്നിരിക്കുന്ന ബണ്ടിൽ, ആ ബണ്ടിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ബണ്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ബണ്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. വേറെ ഒന്നാലും കാണാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ബണ്ടിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷനെ കാണിച്ചിട്ടുണ്ട്. അടിപൊളി ബണ്ടിലാണ് ക്രിക്കറ്റിൻ്റെ. അതിൻ്റെ ടോപ്പൊക്കെ അടിപൊളി നൈസായിട്ടുണ്ട്. ടോപ്പൊക്കെ ഇട്ടിട്ട് വേറെ ഹെഡൊക്കെ വെച്ച് കളിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മളെന്തായാലും അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ അപ്പോൾ നമ്മുടെ 99 ഡയമണ്ട് ആയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ ഈ ബണ്ടിൽ. നമുക്ക് എന്തായാലും മെയിനായിട്ട് ഈ ബണ്ട് കൂടി പർച്ചേസ് ചെയ്യാം. നമ്മുടെ മെയിൻ ബണ്ടിലാണ് മിസ്റ്റർ ഷോപ്പിലത്തെ. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷനെ കാണിച്ചിട്ടുണ്ട്. ഗായ്സ് അടിപൊളി ബണ്ടിലാണ്. ബ്ലാക്ക് തീമിലാണ്. ഇത് റിട്ടേൺ എന്ന് വന്നിട്ടില്ലെങ്കിൽ റയറായിട്ട് നിൽക്കാൻ പറ്റിയ ചാൻസ് ഉള്ള സാധനമാണ്, വെറൈറ്റി സാധനമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം പർച്ചേസ് ഉണ്ട്. അപ്പുറത്തെ സെക്ഷനിലത്തെ മൊത്തം പർച്ചേസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇമോട്ടിൻ്റെ സെക്ഷനിൽ നമുക്ക് ആദ്യം തന്നെ ഇത് ഇമോട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഇമോട്ടിന് 167 ഡയമണ്ട് അങ്ങനെയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കി നോക്കാം. പിന്നെ വേറെ റിമോട്ടാണ് വരുന്നത്, നമ്മുടെ കൈയിൻ്റെ ചുമന്ന കൈ വരുന്നത്. ആ റിമോട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം സാധനം കേട്ടോ. ഇത് നമ്മൾ ഗെയിമിലേക്ക് റിട്ടേൺ വരുന്ന നോക്കുമ്പോൾ ഉദ്ദേശിച്ചില്ല. നമ്മുടെ സ്റ്റോറിലൊന്നും ഇതില്ല, ഈ റിമോട്ടില്ല. പിന്നെ മിസ്റ്റർ ഷോപ്പിൽ എങ്ങനെയാണ് വന്നൊന്നും പിടുത്തം കിട്ടില്ല. സർവറൊന്നും മാറിയിട്ടില്ലല്ലോ അല്ലേ, ഇന്ത്യ സർവർ തന്നെയാണ്. ഇത് റയറായിട്ട് നിൽക്കുന്ന റിമോട്ടാണ്, പക്ഷേ ഈ മിസ്റ്റർ ഷോപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെന്തായാലും ആ റിമോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവോ ടോക്കൺ റേറ്റ് ആണ്. ഇവോ ടോക്കൺ റേറ്റ് നമ്മളെന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 10 എണ്ണമാണ്. 10 എണ്ണത്തിന് 110 ഡയമണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അതും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓഫറാണ്, അടിപൊളി ഓഫറാണ്. എന്തായാലും ഇവോ ടോക്കൺസ് ഒക്കെ അതിൽ അപ്ഗ്രേഡ് ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമോട്ടാണ് മെയിനായിട്ട് വരുന്നത്, 127 ഡയമണ്ടിൻ്റെ. പിന്നെ കണ്ട ഇമോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് ഡയമണ്ട് പൊട്ടിയ കാരണം. എന്തായാലും നമ്മൾ പിന്നെ എടുക്കാൻ പറ്റും നോക്കി നോക്കാം.
അപ്പോൾ എന്തായാലും നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇമോട്ട് നോക്കി നോക്കാം. ഇമോട്ട് ഇവിടെ ഇമോട്ട് കിട്ടിയിട്ടുണ്ട്. ഇമോട്ട് നമ്മൾ എന്തായാലും എക്വിപ്റ്റ് ചെയ്തിട്ടുണ്ട്, എക്വിപ്റ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബണ്ടിൽ നോക്കി നോക്കാം. ബണ്ടിൽ 2 ബണ്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മെയിനായിട്ടുള്ള മിസ്റ്റർ ഷോപ്പിൻ്റെ ബണ്ടിലാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും എക്വിപ്റ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ലോബിയിൽ പോയി നോക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ലോബിയിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഇമോട്ടും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എത്ര ലക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.